നമസ്കാരം. എർത്ത് ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. വീഡിയോയിലേക്ക് പോകാം. എല്ലാ 20 വർഷം കൂടുമ്പോഴും പീരിയഡ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. പീരിയഡ് 9-ൽ എത്തുമ്പോൾ പീരിയഡ് 7-ലും പീരിയഡ് 8-ലും നിർമ്മിതമായ വീടുകളുടെ എനർജി കുറയും. പീരിയഡ് 7 1984 മുതൽ 2003 വരെയായിരുന്നു. പീരിയഡ് 8 2004 മുതൽ 2024 ഫെബ്രുവരി 3 വരെയായിരുന്നു. പീരിയഡ് 9 2024 ഫെബ്രുവരി 4 മുതൽ 2043 ഫെബ്രുവരി 4 വരെയാണ്. നമ്മളിപ്പോൾ പീരിയഡ് 9-ലാണുള്ളത്. നിങ്ങളുടെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ പീരിയഡ് 8-ൽ തുടങ്ങിയതായിരിക്കാം. അതായത് 2024 മുന്നേ കൺസ്ട്രക്ഷൻ തുടങ്ങിയതായിരിക്കാം. പക്ഷേ ഹൗസ് വാമിംഗ് കഴിഞ്ഞ് താമസം തുടങ്ങുന്നത് 2024 ഫെബ്രുവരി 4-ന് ശേഷമാണെങ്കിൽ ആ വീട് പീരിയഡ് 9 ഹൗസായി കണക്കാക്കാവുന്നതാണ്. പീരിയഡ് 7-ലും പീരിയഡ് 8-ലും നിർമ്മിതമായ വീടാണ് നിങ്ങളുടേതെങ്കിൽ അതിനെ പീരിയഡ് 9-ലേക്ക് മാറ്റാം. അതിന് 3 മെത്തേഡ്സായി ഞാനിവിടെ പറയാം. ഫസ്റ്റ് മെത്തേഡ്, 2024 ജാനുവരി അല്ലെങ്കിൽ ജാനുവരിക്ക് ശേഷം റിനോവേഷൻ കഴിഞ്ഞ വീടാണെങ്കിൽ അതിന് പീരിയഡ് 9 ഹൗസായി കണക്കാക്കാം. കാരണം റിനോവേഷൻ വലുതായാലും ചെറുതായാലും ഒരു മുറി അധികം എടുക്കുകയോ അല്ലെങ്കിൽ ഒരു പുതിയ അറ്റാച്ച്ഡ് ബാത്റൂം പണിയുകയോ അതുമല്ലെങ്കിൽ 2 ചെറിയ റൂമുകൾ ചേർത്ത് വലിയ മുറിയായി മാറ്റുകയോ ചെയ്യുമ്പോൾ ആ വീടിൻ്റെ എനർജി കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുകയാണ്. ഈ വിധത്തിൽ ആ വീട് പീരിയഡ് 9-ലേക്ക് മാറിയിരിക്കും. സെക്കൻഡ് മെത്തേഡ്, ഓടുമേഞ്ഞ വീടാണെങ്കിൽ കംപ്ലീറ്റ് ഓടും എടുത്ത് മാറ്റി ഒരു ഡേയും ഒരു നൈറ്റും വെയിലും നിലാവും കൊള്ളാൻ അനുവദിക്കുക. അതിനുശേഷം ഓട് തിരിച്ചു വെക്കാം. അതുപോലെ തന്നെ മേൽക്കൂര മാറ്റി വാർപ്പാക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും ഈ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ വീട് ഓട്ടോമാറ്റിക്കലി പീരിയഡ് 9-ലേക്ക് മാറിയിരിക്കും. തേർഡ് മെത്തേഡ്, വീടിൻ്റെ മേൽക്കൂര മാറ്റാതെയും റിനോവേഷൻ നടത്താതെയും പീരിയഡ് 9-ലേക്ക് മാറ്റാം. നിങ്ങളൊരു പഴയ വീട് വാങ്ങുകയാണ്. ചിലപ്പോൾ അത് പീരിയഡ് 7-ലോ പീരിയഡ് 8-ലോ നിർമ്മിതമായ വീടായിരിക്കാം. അതിൽ റിനോവേഷൻ ചെയ്യാൻ താല്പര്യമില്ല. അതായത് ചിലർക്ക് പഴയ തനിമയൊക്കെ കാത്തു സൂക്ഷിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും. അതുമല്ല, ചിലപ്പോൾ ഫ്ലാറ്റൊക്കെ ആണെങ്കിൽ അതിൽ റിനോവേഷൻ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. ആ വീട്ടിൽ അല്ലെങ്കിൽ ഫ്ലാറ്റിൽ നിങ്ങൾ വാങ്ങിയതിന് ശേഷം കഴിയുന്നതും ജനലുകളും വാതിലുകളും തുറന്നിട്ട് വെക്കുക. അറ്റ്ലീസ്റ്റ് ജനലുകളെങ്കിലും തുറന്നിട്ട് വെക്കാൻ ശ്രമിക്കുക. അങ്ങനെ മാക്സിമം 100 ഡേയ്സ് ആൾതാമസമില്ലാതെ ജനലുകളും വാതിലുകളും തുറന്നിട്ട് വെക്കുമ്പോൾ അവിടെ എനർജി ഫ്ലോ ഉണ്ടാകും. അങ്ങനെ ആ വീട് റെജുവിനേറ്റ് ആവുന്നു. ഈ വിധം ആ വീടിനെ പീരിയഡ് 9-ലോട്ട് മാറ്റാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.